മാത്തുവിൻ്റെ നോട്ടം തൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന മാലയിലേക്കാണ് എന്ന് കണ്ടതും അവൻ രൂക്ഷഭാവത്തിൽ അവളെ നോക്കാൻ തുടങ്ങി. എന്താണ് നീ നോക്കുന്നത്? അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു. അപ്പോഴും അവളുടെ ദൃഷ്ടി അവൻ്റെ മാലയിലേക്ക് തന്നെ നീണ്ടുപോയിരുന്നു. യാത്രയിൽ തൻ്റെ ദേഹത്ത് മുറുകിയിരിക്കുന്ന കൈകളുടെ സ്പർശനം അറിഞ്ഞ് അവൻ ബുള്ളറ്റ് റോഡ് സൈഡിലായി ഒതുക്കി നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. മാത്തു തൻ്റെ കരങ്ങളാൽ അവനെ ചുറ്റിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടവനൊന്ന് ചിരിച്ചു. നിഷ്കളങ്കമായി അവളുടെ മുഖം കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു. പതിയെ തൻ്റെ വലം കയ്യാൽ അവളുടെ കവിളിൽ ഒഴുകിക്കൊണ്ടിരുന്നു. മാത്തു, നിന്നിൽ നിന്നും ഒരു മോചനം നിന്റെ മാക്കാനില്ല പെണ്ണേ. എൻ്റെ ജീവൻ അത് എനിക്ക് വേണ്ടി തുടിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്. യാത്രകളോട് എനിക്ക് പ്രണയമാണെങ്കിൽ ആ യാത്രകൾ അത് നിന്റെ പ്രണയത്തെ തേടിയുള്ളതാ. ഈ മാക്കാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഈ മാത്തുവിന് വേണ്ടി മാത്രമായിരിക്കും. എന്നിലെ പ്രണയത്തിൻ്റെ ഉറവയെ നീ കണ്ടിട്ടില്ല, അത് നീ കാണാൻ പോകുന്നതേയുള്ളൂ മാത്തു. അവളുടെ മൃദുലമായി കവിളിൽ തലോടിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ തലോടൽ സ്പർശനം അറിഞ്ഞവൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു. അവൻ ശ്രദ്ധയോടെ പതിയെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പാർട്ട്മെൻ്റ് എത്തിയതുമാക്കാൻ പതിയെ വണ്ടി നിർത്തി. ശബ്ദം കേട്ട് അവൾ മെല്ലെ കണ്ണുകൾ ചിമ്മി കൈയൊക്കെ കുടഞ്ഞൊരു ഉറക്ക ചടവോടെ എഴുന്നേറ്റു. തിരിഞ്ഞു തന്നെ നോക്കി നിൽക്കുന്ന മാക്കാനെ നോക്കി ഒരു ഇളിയൊക്കെ പാസ്സാക്കി ബുള്ളറ്റിൽ നിന്നിറങ്ങി. അപ്പോഴാണ് കുറച്ച് മുന്നേ നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്നത്. നാണം കെട്ടു. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഈ മാങ്ങാണ്ടി മോറൻ മാക്കാൻ്റെ മുതുകാണോ ഞാൻ ഇത്രയും സമയം കുറിയൻ മാട്രസായി ഉപയോഗിച്ചത്? എന്താണ് അവന്തിക തമ്പുരാട്ടി, പള്ളിയുറക്കം കഴിഞ്ഞ് ഒരു അന്താടിച്ച നിൽപ്പ്. ഇനി അടുത്ത എന്ത് കുരുത്തം കെട്ട പണി ഒപ്പിക്കണമെന്ന് ആലോചിക്കുവാണോ? അവളുടെ മുഖത്ത് കൈഞ്ഞൊഴിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതെ, ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇനിയും ചെയ്യും. യാത്രകളോട് പ്രണയമുള്ളവരെ അതിൻ്റെ കാര്യം മാത്രം തിരക്കിയാൽ മതി. ചുമ്മാ അന്തപുരത്തിൽ കയറി മേയാൻ നിൽക്കണ്ട. എടി, ഒരുപാട് തുള്ളാൻ നിൽക്കണ്ട. ഇത്തിരി മുൻപ് അവന്മാരുടെ മുന്നിൽ കണ്ടില്ലല്ലോ ഈ ചാട്ടമൊന്നും. അപ്പം എവിടെ പോയിരുന്നു നിന്റെ കഴുത്തിന് ചുറ്റുമുള്ള ഈ നാക്ക്? താങ്ക്സ് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അറ്റ്ലീസ്റ്റ് രക്ഷിച്ചവരോട് അല്പം മര്യാദയെങ്കിലും കാണിച്ചുകൂടെ നിനക്ക്? മര്യാദയ്ക്ക് ചൊറിയും കുത്തിയിരുന്ന എന്നെ വിളിച്ച് മനസ്സിൽ വേണ്ടാത്ത കുറേ ആഗ്രഹങ്ങളും തന്നു. അവസാനം ഞാൻ അടിതെറ്റി വീണപ്പോൾ നൈസായിട്ട് എന്നെ ചുവരിൽ തേച്ചിട്ട് പോയ തന്നോട് ഇത്രയും മര്യാദയൊക്കെ മതി. തേച്ചൊന്നോ? ആര് തേച്ചു നിന്നെ? പിന്നെ താനല്ലടോ ഇത്രയും മുൻപ് പറഞ്ഞത് ഇനി മാത്തവുമില്ല മാക്കാനുമില്ലെന്ന്. പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു പോകാൻ തനിക്ക് അൽഷിമേഴ്സാണോ? ഓ, അതാണോ? അത് പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യണം? അയ്യോ, എന്നെ സ്നേഹിക്കണം, നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ പുറകെ നടക്കണോ? അങ്ങനെ എൻ്റെ പട്ടി നടക്കും. ഓ, താൻ പോയി വിളിക്കടോ തൻ്റെ പട്ടിയെ. അതേടി, വേണ്ടി വന്ന് ഞാൻ വിളിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം എനിക്ക് നിന്നെ വേണ്ട. താൻ എന്താ പറഞ്ഞതിപ്പോൾ? നിനക്ക് ചെവിക്ക് റേഞ്ച് കുറവായെന്ന് ഞാൻ എന്തു ചെയ്യാനാ? എന്നാൽ ഒന്നുകൂടെ കേട്ടോ, എനിക്ക് നിന്നെ വേണ്ടാന്ന്. അത് കേട്ടതും അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീർ തുള്ളിയിൽ കണ്ടതും ആക്കാൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി അവൾക്കടുത്തായി വന്നു നിന്നു. താൻ തമാശയ്ക്ക് അവളെ ചൂടാക്കാൻ പറഞ്ഞതാ. അവളുടെ ഹൃദയത്തെ തന്നെ വ്രണപ്പെടുത്തിയെന്ന തിരിച്ചറിവിൽ അവന് കുറ്റബോധം തോന്നി. അല്ലെങ്കിലും സ്നേഹം പിടിച്ചെടുക്കലല്ലല്ലോ, അതറിഞ്ഞു നൽകുമ്പോഴല്ലേ അതിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ആരുടെയും സ്നേഹം തട്ടിയെടുക്കാൻ ഞാനിനി വരുന്നില്ല. മിഴിയിൽ നിന്നും ഇറ്റിറ്റി വീഴുന്ന മിഴിനീർ തുള്ളികളെ മെല്ലെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ടതും ആക്കാൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. താൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവിൻ്റെ ആഴം അവളുടെ ഓരോ വാക്കുകളിലും പ്രകടമായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. തന്നെ മാത്രം ഇത്രയും പ്രണയിക്കുന്നുവോ? അവൻ ഹൃദയത്തിൽ 1000 വട്ടം ആ ചോദ്യം ഉരുവിട്ടു. ഒന്നും പറയാതെ അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു. തിരിച്ചൊന്നും പറയാനുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു മാക്കാനും. അവളുടെ ചലനങ്ങൾക്കൊപ്പം അവൻ്റെ മിഴികളും ചലിച്ചുകൊണ്ടിരുന്നു. ഫ്ലാറ്റിന് മുമ്പിലെത്തിയതും അവൾ മുഖമെല്ലാം തുടച്ചൊരു ചിരി വരുത്താൻ ശ്രമിച്ചു. ഡോറ് തുറന്നുടനെ ദച്ചു ചീത്തവിളി തുടങ്ങി. അവളൊന്നും മിണ്ടാതെല്ലാം കേട്ടു നിന്നു. ചീത്ത കേട്ട് കഴിഞ്ഞ് ഫ്രഷാകാമെന്ന് കള്ളം പറഞ്ഞ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. പൈപ്പ് ഓണാക്കി മനസ്സിലെ ഭാരത്തെ കണ്ണുനീരായി പുറം തള്ളി. ഒന്നും മിണ്ടാതെ നന്ദു പോയതോർത്ത് ദച്ചു അതിശയത്തോടെ നിന്നു. അവളിങ്ങനെ മൗനമായി പോകില്ലല്ലോ, കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്.
ദച്ചു സ്വയമേ പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. ഫ്രഷായി കഴിഞ്ഞ് നന്ദു കിച്ചണിലേക്ക് വന്നു. അപ്പു പാചകത്തിലും ദച്ചു വാചകത്തിലുമായിരുന്നു. മനസ്സിലെത്ര സങ്കടമുണ്ടെങ്കിലും നമ്മുടെ ചങ്കുകളുടെ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. മനസ്സിലെ സങ്കടങ്ങൾ മാറ്റിവെച്ചൊരു ചിരിയോടെ നന്ദു കിച്ചൺ സ്ലാബിൽ കയറിയിരുന്നു. ദച്ചുവിൻ്റെ ഓരോ ചളിയടിയും കേട്ടുകൊണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല. അപ്പു എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു സങ്കടം മനസ്സിലുള്ളതുപോലെ തോന്നി. അവളുടെ മുഖത്ത് നിന്നും അത് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പതിയെ എന്താണെന്ന ഭാവത്തിൽ ദച്ചുവിനെ നോക്കി. അങ്ങോട്ട് തന്നെ ചോദിച്ചോ എന്ന ഭാവത്തിൽ മറുപടിയും കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല. സ്ലാബിൽ നിന്നും ചാടിയിറങ്ങി അപ്പുവിനടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അപ്പു? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ലടി, അവൾ മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം പറ അപ്പു, എന്താ അപ്പുമോളുടെ ഈ ശോകത്തിന് കാരണം? അത് നന്ദു, നാളെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണ ദിവസമാണ്. എന്നെ അനാഥയാക്കി അവർ പോയിട്ട് നാളേക്ക് 17 കൊല്ലം തികയുക. 5 വയസ്സിൽ അനാഥ എന്ന ലേബൽ അണിയേണ്ടി വന്നു. എൻ്റെ മാമനും മാമിയും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനെന്ന ഭാരം ഈ ഭൂമിയിൽ പോലും ഉണ്ടാകില്ലായിരുന്നു. അശ്വിനേട്ടനും കാത്തുവും അവരുടെ സ്നേഹം, അതിൻ്റെ ആഴം അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരെല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നന്ദു. അത്രയ്ക്കും സ്നേഹിക്കുന്നു അവരെന്നെ. ദാസേട്ടനോട് ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടും ഞാനതെല്ലാം മനസ്സിൽ കുഴിച്ചു മൂടിയത് എൻ്റെ ഏട്ടന് വേണ്ടിയാണ്. ഏട്ടൻ കണ്ടുപിടിക്കുന്ന ആളെ മതിയെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. എൻ്റെ ഏട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല. എൻ്റെ മരണം വരെ ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കും. ഒഴുകിയെത്തിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. എന്തു അതൊക്കെ കേട്ടപ്പോൾ ഹൃദയം വിങ്ങുന്നത് പോലെ. മാക്കാൻ എന്നോട് എന്തൊക്കെ കാണിച്ചാലും സഹോദരിമാരുടെ കാര്യത്തിൽ തികച്ചും നല്ല ഏട്ടൻ തന്നെയാണ് എന്നത് അപ്പുവിൻ്റെ ഓരോ വാക്കുകളിലും പ്രകടമായിരുന്നു. നീ ഇങ്ങ് മാറിക്കേ അപ്പു, ഞാൻ ചുട്ടുതരാം ചപ്പാത്തി. അവളുടെ സങ്കടം മാറ്റാനായി ഒരു ചിരിയോടെ പറഞ്ഞ് നന്ദു കുക്കിങ്ങിൽ കയറി. എടി നന്ദു, അവൾക്കിന് ഒരിക്കലാണ്, അത് മറക്കരുത്. പാവത്തിന് ചുമ്മാ പട്ടിണി കിടത്തരുത്. ഒരു കളിയാക്കലോടെ വെച്ചു അവരെ ചിരിപ്പിക്കാനായി പറഞ്ഞു. അത് കേട്ടു അപ്പു ഒന്ന് ചിരിച്ചു. വേണ്ട നന്ദു, ഞാൻ ചെയ്തോളാം. അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ നിൽക്കണ്ട. പതിയെ നന്ദുവിൻ്റെ തോളിൽ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഓഹോ, ട്രോളുന്നു? നീ അവിടെ ഇരിക്ക്. എൻ്റെ കൈപുണ്യം നീയൊക്കെ അറിഞ്ഞിട്ടില്ല, അതാണിങ്ങനെ പറയുന്നത്. എൻ്റെ നന്ദു, അതുമാത്രം നീ പറയരുത്. അതറിഞ്ഞ് നിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ. അപ്പുമോളെ, നിനക്കും അറിയില്ലേ അത്? ദച്ചു അപ്പുവിനെ ഒരു നിസ്സഹായതയോടെ നോക്കി. അതേ എന്ന രീതിയിൽ അപ്പു തലയാട്ടി. അതെ, രണ്ടും കൂടി കളിയാക്കിയത് മതി. ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. ദച്ചുവും അപ്പുവും ഹാളിലേക്ക് പോയി. നന്ദു വീണ്ടും പാചകം തുടങ്ങി. തരക്കേടില്ലാതെ തന്നെ അവൾ പാചകം ചെയ്തു. ഡിന്നർ കഴിഞ്ഞ് അവർ ഉറങ്ങാനായി ഒരുമിച്ച് കിടന്നു. ഓരോന്നാലോചിച്ച് 3 പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാവിലെ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളായിരുന്നു. ഞങ്ങൾ 3 പേരും ധാവണിയാണ് ഉടുത്തത്. താഴെ എല്ലാവരും ഞങ്ങൾക്കായി കാത്തുനിൽപ്പായിരുന്നു. കാറിലാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് മനസ്സിനാകെ ഒരു സമാധാനമായിരുന്നു. എത്രയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാന് മുൻപിലെത്തുമ്പോൾ അതെല്ലാം മറന്ന് സമാധാനമായി നിൽക്കാൻ സാധിക്കും. ആചാരവിധി പ്രകാരമുള്ള ബലിതർപ്പണമെല്ലാം കഴിഞ്ഞ് അപ്പു ക്ഷേത്രകുളത്തിൽ മുങ്ങി നിവർന്ന് ഈറനോടെ വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ടപ്പോൾ അറിയാതെയെങ്കിലും എൻ്റെ മനസ്സും ഒരുപാട് വേദനിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ക്ഷേത്രകുളത്തിൻ്റെ പടിക്കെട്ടുകൾ കയറുന്നത് കണ്ട് മാക്കാൻ അപ്പുവിനടുത്തേക്ക് നടന്നു. നിന്റെ കണ്ണുകൾ നിറയുന്നത് ഏട്ടന് സഹിക്കാൻ പറ്റില്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. മാക്കാൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞ അപ്പുവിൻ്റെ തല തുവർത്തി കൊടുത്തു. അവൾ സങ്കടത്തോടെ മാക്കാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. എന്തോ അത് കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ അറിയാതെ തന്നെ ഈറണഞ്ഞു. ദാസ് മാക്കാൻ അരികിലേക്ക് നടന്നു. ദാസിനെ കണ്ടതും അപ്പു വേഗം ആൻറ്റിക്കടുത്തേക്ക് നടന്നു. അവളുടെ ഒഴിഞ്ഞുമാറ്റം ദാസിൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി. മാക്കാൻ ദാസിനെ ആശ്വസിപ്പിച്ചു. എല്ലാവരും ഒരുമിച്ച് ക്ഷേത്രത്തിനടുത്തേക്ക് പ്രവേശിച്ചു. ശിവനാണ് മുഖ്യപ്രതിഷ്ഠ. തേജസാർന്ന രൂപത്തെ കൺകുളിർക്കെ തൊഴുതു. പ്രതിഷ്ഠയ്ക്ക് മുമ്പിലായി വെച്ചിരുന്ന നന്ദിയുടെ രൂപത്തിൽ എല്ലാവരും കാതിൽ ഓരോ ആഗ്രഹം പറയുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എന്തോ ഒരാഗ്രഹം, അങ്ങനെ ചെയ്താലോ എന്ന്. പിന്നെ അനുവാദത്തിനായി ആൻറ്റിയെ നോക്കി. പോയി ചെയ്തോ എന്ന് അനുവാദം നൽകി. പതിയെ കുനിഞ്ഞു നിന്ന് നന്ദിയുടെ കാതിലായി ആഗ്രഹം പറഞ്ഞു. ഞാൻ സ്നേഹിക്കുന്ന ആളെ തന്നെ
എനിക്ക് ജീവിത പങ്കാളിയായി തരണമെന്ന്. അപ്പോഴാണ് നന്ദിയുടെ മറുചെവിയിൽ ആരോ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടത്. പതിയെ മുഖമുയർത്തി നോക്കി. മാക്കാൻ ഒരു പുഞ്ചിരിയോടെ നിൽക്കുവാണ്. എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ഒന്നും മിണ്ടാതെ മാക്കാനെ തന്നെ നോക്കി നിന്നു. എന്നെ ഇഷ്ടമല്ലെന്ന് 100 ആവർത്തി പറയുന്നുണ്ട്, പിന്നെ എന്തിനാ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്? ഇയാളെ മനസ്സിലാകുന്നതേയില്ല. ഇനി ഞാനായിട്ട് താന്നു കൊടുക്കില്ല എന്നവൾ മനസ്സിലോർത്തു. അവന് ദേഷ്യത്തോടെ നോക്കി ഒന്നും മിണ്ടാതെ നിന്നു. നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം മാത്തു, പക്ഷേ ഇനി നിന്റെ മാക്കാൻ നിന്നെ വേദനിപ്പിക്കില്ല. അവൾ നടന്നു നീങ്ങുന്നതൊരു പുഞ്ചിരിയോടെ മാക്കാൻ നോക്കി നിന്നു. മിണ്ടൂല ഞാൻ, എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ മുതലാ, അവളൊരു പുച്ഛത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ആഞ്ജനേയ സ്വാമിയുടെ വലിയ പ്രതിഷ്ഠയ്ക്ക് മുൻപിലെത്തി. അല്ലെങ്കിലും സന്യാസം സ്വീകരിക്കുമ്പോൾ മൂപ്പര മുറുകെ പിടിക്കുന്നതൊരു പതിവാണ്. അപ്പവും തെച്ചും ആൻറ്റിയും നല്ല പ്രാർത്ഥനയിലാണ്. ഞാനും അവർക്കടുത്തായി നിന്നു. എല്ലാവരും വെറ്റില മാല എറിയുന്നത് കണ്ട് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആൻറ്റി പറഞ്ഞു. ഒരു വട്ടം വലം വെച്ചിട്ട് വേണം വെറ്റില മാല എറിയാൻ. അത് വിഗ്രഹത്തിൽ എവിടെയെങ്കിലും വീണാൽ ആഗ്രഹം സാധിക്കും. അതാണ് സങ്കല്പം. കേട്ടപ്പോൾ തന്നെ ഞാനും തെച്ചുവും ഓക്കെ പറഞ്ഞു. അപ്പു അല്പം അടിയോടെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സമ്മതിച്ചു. നല്ല ഉയരമുള്ള പ്രതിഷ്ഠയാണ്. ഒരു വട്ടം വലയം വെച്ചിട്ട് ഞങ്ങളെല്ലാവരും മാലയെറിയാൻ റെഡിയായി നിന്നു. ആദ്യം അപ്പുവാണ് എറിഞ്ഞത്. മനസ്സിലെന്തൊക്കെയോ പ്രാർത്ഥനയുമായി അപ്പു ഒരു നിമിഷം കണ്ണടച്ച് നിന്നു. പിന്നെ പതിയെ കണ്ണു തുറന്നു. ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹത്തെ ഒന്ന് നോക്കി. ഒരു പുഞ്ചിരിയോട് അവൾ വെറ്റിലമാല എറിഞ്ഞു. വിഗ്രഹത്തിൻ്റെ കയ്യിലായ മാല വീണു. അത് കണ്ടതും അവൾ ആൻറ്റിയെ നോക്കി ഒന്ന് ചിരിച്ചു. ആൻറ്റിയും ഒരു ചിരിയോടെ നിന്നു. അടുത്തത് തെച്ചുവിൻ്റെ ഊഴമായിരുന്നു. അവളും പ്രാർത്ഥിച്ച ശേഷം മാലയെറിഞ്ഞു. അതും വിഗ്രഹത്തിൻ്റെ കയ്യിലായി വീണു. ഞാൻ എറിയാനായി മാലയെടുത്തു. എന്തോ അത്ര നേരമുണ്ടായിരുന്ന ധൈര്യം കൈവിട്ടുപോയി. എങ്ങാനും എറിയുമ്പോൾ വീണില്ലെങ്കിൽ ആഗ്രഹം സാധിക്കാതെ പോകുമോ? ഏയ് ഇല്ല. ഒരാത്മവിശ്വാസത്തോടെ ഒന്ന് ശ്വാസമൊക്കെ എടുത്തുവിട്ട് വിഗ്രഹത്തിൻ്റെ കൈ ലക്ഷ്യമാക്കി എറിഞ്ഞു. പക്ഷേ ഉന്നം തെറ്റി വെറ്റിലമാല ആഞ്ജനസ്വാമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാക്കാൻ്റെ ദേഹത്തേക്ക് വീണു. മാക്കാൻ അത്ഭുതത്തോടെ കഴുത്തിൽ വീണിരിക്കുന്ന മാലയിലേക്ക് നോക്കി. അത് കണ്ടത് മാത്തു ഒന്ന് ഞെട്ടിയിരുന്നു. അപ്പുവിനും തെച്ചുവിനെ ആ കാഴ്ച സന്തോഷമായി. അവൻ അത്ഭുതത്തോടെ വിഗ്രഹത്തിലേക്കൊന്ന് നോക്കി. അവന് പിറകിലായി നടന്നിരുന്ന ദാസും കാർത്തിയും അവനടുത്തേക്ക് ധൃതിയിൽ വന്നു. എന്താളിയ, ഇത്രയും വേഗം കല്യാണം കഴിഞ്ഞു നിന്റെ? ദാസ് അവനെ കളിയാക്കാൻ തുടങ്ങി. അത് കേട്ട് കാർത്തിയും ചിരിക്കാൻ തുടങ്ങി. മാക്കാൻ ഒരു സംശയത്തോടെ മാത്തുവിനെ നോക്കി. അവളുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് മാക്കാൻ കപട ഗൗരവത്തോടെ മാത്തുവിനടുത്തേക്ക് വന്നു. അവൻ്റെ കലിതുള്ളിയുള്ള വരവ് കണ്ട് മാത്തു വേഗം അവിടെ നിന്നും ഓടിപ്പോയിരുന്നു. ആൻറ്റിയും അപ്പവും മാക്കാനെ ലക്ഷ്യമാക്കി നടന്നു. ഏട്ടാ, നന്ദു എറിഞ്ഞ് പറയാതെ മാറിപ്പോയതാ. ഏതായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെയാ വീണത്, അത് മതി, അപ്പു ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പുവിൻ്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം കണ്ട് മാക്കാനും സന്തോഷമായി. അതെ, എല്ലാവരോടും എനിക്ക് ചിലത് പറയാനുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറത്തുണ്ടാകും ഞാൻ. തൊഴുതിറങ്ങുമ്പോൾ അങ്ങോട്ടെത്തിയേക്കണം. ആൻറ്റി അല്പം ഗൗരവത്തോടെ പറഞ്ഞു നടന്നു. എന്താണ് അമ്മ പറഞ്ഞത്? അങ്ങോട്ടേക്ക് എത്തിയാൽ മതിയെന്നോ? ദാസമാക്കാനോട് ചോദിച്ചു. അറിയില്ലടാ, ആൻറ്റി എല്ലാവരോടും ഒരുമിച്ച് വരാൻ പറഞ്ഞു. അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ഏതായാലും നിങ്ങളെല്ലാവരും ചെല്ലാൻ നോക്ക്. അപ്പം നീ എവിടെ പോകുക? തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ മാക്കാനെ നോക്കി കാർത്തി സംശയത്തോടെ ചോദിച്ചു. ഞാനേ ഈ വെറ്റിലഹാരത്തിൻ്റെ ഉടമയെ കണ്ടുപിടിച്ചിട്ട് വരാം, അവനൊരു ചിരിയോടെ പറഞ്ഞു നടന്നകന്നു. ക്ഷേത്രത്തിന് മുൻപിലായി നിൽക്കുന്ന ആനയുടെ തുമ്പിക്കൈയിൽ നേർച്ച പണം നൽകി ആളുകൾ അനുഗ്രഹം വാങ്ങുന്നത് നന്ദു കൗതുകത്തോടെ നോക്കി നിന്നു. അത് കണ്ടപ്പോൾ എന്തോ എനിക്കും അങ്ങനെ ചെയ്യാൻ തോന്നി. കയ്യിലുണ്ടായ ക്യാഷ് എടുത്ത് ആനയുടെ അടുത്തേക്ക് നടന്നു. എന്തോ അടുത്തെത്താറായപ്പോൾ വല്ലാത്ത ചങ്കിടിപ്പ്. ആനയാണ്, എങ്ങാനും എന്നെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി ദൂരേക്ക് എറിഞ്ഞാലോ? മനസ്സിൽ നല്ല പേടി തോന്നി. പക്ഷെ അതിനു മുകളിലായിരുന്നു അത് ചെയ്യണമെന്ന ആഗ്രഹം. അവസാനം മൈൻഡൊന്ന് കൂളാക്കി തുമ്പിക്കൈയിൽ നേർച്ച പണം വെക്കാനൊരുങ്ങി. കൈയൊക്കെ വിറച്ചിട്ടൊരു രക്ഷയുമില്ല. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച ആനയുടെ തുമ്പിക്കൈയിൽ പണം നൽകി. തലകുനിക്കാൻ എന്തോ ഒരു ഭയം. ഒരാത്മധൈര്യം കൈവരിച്ച് തലകുനിക്കാനൊരുങ്ങി. കയ്യിൽ ഒരാളുടെ സ്പർശനം അറിഞ്ഞ് പതിയെ സൈഡിലേക്ക് നോക്കി. മാക്കാൻ ഞാൻ അണിയിച്ച വെറ്റിലഹാരവുമായി എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് തലകുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. തുമ്പിക്കൈ മുട്ടിയപ്പോൾ തലയിൽ എന്തോ ഭാരം പോലെ തോന്നി. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അനുഗ്രഹം വാങ്ങി.
എന്തുകൊണ്ടും ആക്കാൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഒരു ചമ്മൽ തോന്നി. പിന്നെയാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നത്. അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞ് മുഖത്ത് കപട ഗൗരവം വരുത്തി മാക്കാനെ ഒരു പുച്ഛത്തോടെ നോക്കി. ഒന്നും മിണ്ടാതെ നന്ദു മുന്നോട്ട് നടന്നു. കലിപ്പിലാണല്ലോ മാത്തു. നടന്നു നീങ്ങുന്ന മാത്തുവിനെ നോക്കി മാക്കാൻ താടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു അവർ. മാക്കാൻ ഇന്ന് നല്ല മാറ്റമാണല്ലോ. എന്തു കണ്ടോ? മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. ക്ഷേത്രത്തിൻ്റെ മുൻപിലായി എല്ലാവരും നിൽക്കുന്നത് കണ്ട് പതിയെ ധാവണി ഉയർത്തിപ്പിടിച്ച് പടികളിലൂടെ ഓടി താഴേക്കിറങ്ങി. ക്ഷേത്രത്തിൽ നിന്നുയരുന്ന സംഗീതത്തിനൊപ്പം നറുപുഞ്ചിരിയോടെ കാറ്റിൽ പാറി നടക്കുന്ന മുടിയിഴകളുമായി നന്ദു പടിക്കെട്ടുകൾ ഇറങ്ങുന്നത് മാക്കാൻ അതിശയത്തോടെ നോക്കി നിന്നു. അവളിൽ തിളങ്ങുന്ന ദേവീഭാവം അവൻ്റെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. അവളുടെ ഭംഗിയുള്ള കാൽപാദത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പതിച്ചു. മാക്കാൻ്റെ നോട്ടം തന്നിലാണെന്ന് മനസ്സിലാക്കി അവൾ പുച്ഛത്തോടെ മാക്കാനെ നോക്കി മുഖം തിരിച്ചു. പതിയെ ദച്ചുവിനടുത്തായി വന്നു നിന്നു. നീ ഇതെവിടെ പോയതാടി? ദച്ചു അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ ചുമ്മാ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ പോയതാ, അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. അല്ല, എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണോ? നന്ദു ഒരു സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ പറയാം മോളെ. ആൻറ്റി അവൾക്കടുത്തായി വന്നു നിന്നു. നന്ദു നടക്കുന്നതൊന്നും മനസ്സിലാവാതെ ദച്ചുവിനെ നോക്കി. അവളും ഒന്നും അറിയില്ല എന്ന രീതിയിൽ തല കാണിച്ചു. ആൻറ്റി എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആൻറ്റി പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും ആൻറ്റിയെ തന്നെ ഉറ്റുനോക്കി. അതെ, എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അത് ഞാൻ പറയാൻ പോകുക. ആൻറ്റി സന്തോഷത്തോടെ നന്ദുവിനെയും ദാസിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ദാസ് ഒരു ടെൻഷനോടെ ആൻറ്റിയെ നോക്കി. ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന അപ്പുവിൻ്റെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ഈർവനണിഞ്ഞു. മാക്കാൻ്റെ മുഖത്ത് ചിരിയും മെല്ലെ മാഞ്ഞു പോയിരുന്നു. ആൻറ്റി പറയാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന ചിന്തയിൽ നന്ദു ആകാംക്ഷയോടെ നിന്നു.